ഈ ദൈവദർശനത്തിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഈ മിന്നൽ പോലെയാണ് അനുഗ്രഹം വരുന്നത്. അന്ന് രാത്രി ഒരു ദിവസം ഈ നന്ദനയുടെ അമ്മ പെര അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, പകല് ഒരു പെര അടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഈ നന്ദന അമ്മയ്ക്ക് അവർക്കൊരു സങ്കടം വന്നു. അവിടെ ഒരു ദീർഘനിശ്വാസമാണ്. ഇപ്പോൾ ദീർഘനിശ്വാസമാണെങ്കിലുമേ ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കടം വരും. നമുക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരാൻ പോകണമെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണം ചില സമയത്ത് സങ്കടമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇതൊക്കെ. എൻ്റെ സങ്കടം എന്താണെന്നറിയാമോ? അവളിങ്ങനെ അവളെന്ന് പറയാൻ പറ്റില്ല, അത് ആ ചേച്ചി ഇങ്ങനെ മുറി തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദീർഘനിശ്വാസം വന്ന്. എന്താ കാര്യം? അവരുടെ ചേച്ചി അനിയത്തിമാർക്കെല്ലാം നല്ല വീടുകളുണ്ട്. അതാണ് ഒരു സങ്കടം. അപ്പോൾ ഇവൾക്ക് കിടപ്രായമായ മകളുണ്ടെങ്കിലും ആ മകൾ പറഞ്ഞ പോലെ സർക്കസ് കൂടാരം പോലുള്ള വീടാണ്, ചോരുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ടും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. അവർക്ക് മുറി തൂക്കാൻ പറ്റാതെ ഇങ്ങനെ പ്രതിമയെപ്പോലെ നിൽക്കണം അവിടെ സങ്കടപ്പെട്ട്. എന്നിട്ട് എന്താ പറയണത്? എന്നിട്ട് അമ്മയോട് ഒരു അമ്മേ കൃപാസനം മാതാവേ, അമ്മയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൃപാസനം മാതാവാണ്. അമ്മേ കൃപാസനം മാതാവേ, എനിക്കൊരു വീടിതാ, എൻ്റെ ചേച്ചിക്കും അനിയത്തിമാർക്കും എല്ലാം നല്ല വീടില്ലേ. എന്നിട്ട് ഇവർ ചങ്കക്കുള്ളൊരു വർത്തമാനം പറയും, എനിക്ക് ഒരു വീട് തന്നാ. പിറ്റേ ദിവസം അമ്മ എന്നെ വിളിച്ചു, ഞാൻ വന്നോളാം, ഒരു ദിവസമെങ്കിലും ഈ മക്കളുടെ കൂടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ അമ്മ വിളിക്കുന്ന സ്ഥലത്ത് വരാൻ പറയും. അതൊരു പ്രാർത്ഥനയാണ്, വെച്ചാൽ ചങ്കക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇവർക്ക് പുളിയില്ല, ഇത് മുളകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്തപ്പൊരിക്കുന്ന ചേട്ടനെ വിളിക്കാൻ വേണ്ടി ഓർപ്പിക്കാൻ വേണ്ടി ചേട്ടനെ വിളിപ്പിക്കും. ഇന്ന സാധനം ഇല്ല, കാപ്പിപ്പൊടിയില്ല, തേയിലൊക്കെ നിങ്ങൾ വിളിക്കത്തില്ല, അതുപോലെ ഇവർ വിളിക്കും, ഇന്ന സാധനം മേടിച്ചു. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ബിസിയാണ്. ആ സെക്കൻഡിനെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ച് വിളിക്കും, എന്താണ് വിളിച്ചത്? അല്ല ഇന്ന സാധനം ഇല്ലെന്ന് പറയാൻ. പിന്നെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുകയായിരുന്നു, നീ വിളിക്കുമ്പോൾ നമ്മുടെ വീട് ശരിയായെന്ന് പറയും. ഇതിൻ്റെ സ്പീഡ് കണ്ട, ഇതാണ് സ്പീഡെന്ന് പറയുന്നത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി കുടുംബത്തോടെ കയറി നിൽക്കുമ്പോൾ മനോഹരമായൊരു വീട്ടിൽ, അമ്മ കൊടുത്ത വീട്ടിൽ നിന്നാണ് അവർ ഇറങ്ങി വന്നിരിക്കുന്നത്. നിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആ തീരുമാനം സത്യസന്ധമായ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പോലെ ഇന്നത്തെ കാലത്ത് ഇതൊരു കാലഘട്ടത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. പലതരത്തിലുള്ള വ്യാകുലങ്ങളിലെ വെന്ത് നീറുന്ന മനുഷ്യനെ പെട്ടെന്ന് ദൈവവുമായി ഇടപെടാനും ദൈവത്തെ ആ വിഷയത്തിൽ ഇടപെടുത്താനും ബൈബിൾ നൽകുന്ന സുനിശ്ചിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഈ സുനിശ്ചിതമായ പദ്ധതി കൃപാസനത്തിൽ എൻ്റെ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അത് മരിയൻ ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാം. മറ്റ് സാധാരണ ഉടമ്പടിയേക്കാളും കുറച്ചുകൂടി പ്യൂരിഫൈഡാണ്, കുറച്ചുകൂടി ട്രയൽ ആൻഡ് എററെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൂവൻ ഫാക്റ്റാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാധാരണ ഉടമ്പടിയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാൻ ദൈവ കൃപ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാവുന്ന, എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി ഞാൻ ജീവിതം പുനഃക്രമീകരിച്ചു കൊള്ളാവുന്ന നമ്മൾ ദൈവത്തോട് പറയുന്നു. ചിലരത് സാങ്കേതികമായിട്ട് പറയും, ചിലർ സത്യസന്ധമായിട്ട് പറയും, ചിലർ വളരെ ഗൗരവമായിട്ട് പറയും. അത് ഓരോരുത്തർ എടുക്കുന്ന ഉടമ്പടിയുടെ ഒരു മൈൻഡ് സെറ്റാണത്. ചിലർ ഒക്കുമായിരിക്കും, ഒക്കണേ കൊള്ളാം, ദൈവത്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞെടുക്കും, അവരുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം തന്നെ. ചിലർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്, ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, ഇതെൻ്റെ അവസാനത്തെ ഒരു നടപടിയാണ്, ഇതിൽ ദൈവം എന്നെ സഹായിക്കും, കാരണം ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ജീവിക്കും. അതാണ് കറക്റ്റ് പോയിൻ്റ്. ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി, ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ്, എനിക്കിതിനേക്കാൾ വലുതൊന്നും അറിയത്തില്ല, ഞാൻ വളരെ കർക്കശമായ രീതിയിൽ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തും എന്ന് പറഞ്ഞ്
എൻ്റെ വിശ്വസ്തതയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും. ചില ആൾക്കാർ മരുന്നെടുക്കത്തില്ലേ, മരുന്നെടുക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറിയില്ലെങ്കിൽ വന്നാൽ 1.5 കഴിച്ചേക്കാം, അങ്ങനെ പൂട്ടത് വിചാരിക്കും. പക്ഷെ അത് മരുന്ന് നമുക്ക് ഓവർഡോസ് എടുക്കുന്നത് അപകടം വരും. പക്ഷെ ഉടമ്പടിയിൽ ഓവർഡോസ് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. മരുന്ന് നമുക്ക് ഒരു പനി മാറത്തില്ല. ഞാൻ ഈ പാരാസെറ്റമോൾ രാവിലെയും കഴിച്ചാണല്ലോ, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരെണ്ണം കഴിക്കും. അതുകൊണ്ട് ഇനി ഇത് മാറിയില്ലെങ്കിൽ എന്നാൽ 1.5 കഴിച്ചേക്കാം, ഒരു 5 mg കൂടി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും മരുന്ന് ഓവർഡോസ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് കേടാണ്, വിഷമായിട്ട് പോയ്സണായിട്ട് മാറും. പക്ഷേ ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയുടെ ഓവർഡോസാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സത്യസന്ധതയുടെ ഒരു പ്രകടനമാണത് ഓവർഡോസ്. അത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ബുദ്ധിയുണ്ട്. കാര്യം ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ഓവർഡോസിലാണ് വരുന്നത്. എന്താണ്? 5:46 എടുത്തേ. 5:46 മത്തായിയുടെ സുവിശേഷം. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. സാധാരണ നോർമൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുധാരികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതം അതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും, എന്നെ അറിയാത്ത മനുഷ്യർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതിന് വാട്ട് ഈസ് യുവർ അലവൻസ് എന്ന് ചോദിക്കും. എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത്, പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും. എക്സ്ട്രാ ക്ലെയിം, വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം എന്താ ചോദിക്കണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ വാക്യമാണത്? ഇതിൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 5:46-47. വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ? അതാണ് പ്രശ്നം. ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരും, എവിടെ വരാൻ. പിന്നെ നിൻ്റെ ഈ നാക്കിട്ട് കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ. അതാണ് ബൈബിൾ പറയണത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കർണക്കൊന്ത 101 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷപാഠം 30 പ്രാവശ്യം ചൊല്ലി. വിശേഷവിധിയായി ചൊല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ്. ഉടമ്പടിയും സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പദ്ധതിയാണ്. ദൈവികമായ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഇന്ധനങ്ങൾ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 ക്വാളിറ്റി വേണം, 3 കപ്പാസിറ്റി വേണം. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്ലിയർ അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. സ്നേഹം ഉണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും. അതല്ല. ഈ ബൈബിളിലെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനെന്ത് കുമ്പസാരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പം ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തോ വട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുമ്പസാരിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശാച് വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയാം, പക്ഷേ ധ്യാനഗുരുക്കന്മാരുടെ വരുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്യത്തിൻ്റെ മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാൽ എന്നല്ല പ്രശ്നം. നിങ്ങൾ ഉടനെ കയറി
കുമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസാണ് പറഞ്ഞത്. അതല്ല, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം. ദൈവസ്നേഹം, ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും. ഇനി ദൈവസ്നേഹം ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും, പക്ഷേ നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാർ പറയല്ലേ, എനിക്ക് രാത്രിയാണ് ചുമ, രാവിലെ ഞാൻ ഓക്കെയാണെന്ന്. എനിക്ക് രാത്രിയാണ് ചുമ വരണത്, രാവിലെ ഞാൻ ഓക്കെയാണെന്ന് പറയും. ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ്. രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ പകൽ നീ അറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. പകൽ നീ അറിയുന്നില്ല. പകൽ അറിയാണെന്ന് അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ല, പരിശുദ്ധാത്മാവ് എല്ലാവരും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത്? കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം ചില പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൈയും കാലും അനങ്ങത്തില്ല. എന്താ കാര്യം? സിക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയും പരിശുദ്ധാത്മാവിനെ നിർവീര്യം ആക്കരുത്, അല്ലേ? തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എന്ന് പറഞ്ഞ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. ബൈബിള് ചോദിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇങ്ങനെ തുറന്ന് കിടക്കത്തില്ല. തുറന്ന് കിടക്കുന്നത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന് പൂട്ടും താക്കോലൊന്നും ഇല്ലല്ലേ. ബൈബിളിൽ പൂട്ടും താക്കോലും ഉണ്ട്. അതിങ്ങനെ തുറന്ന് മലന്ന് കിടക്കത്തില്ല. മുട്ടുപിൽ നിങ്ങൾക്ക് അതാ തുറക്കപ്പെടും. നമ്മൾ ബൈബിളിൻ്റെ പല വചനങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ബൈബിൾ വായിച്ചേക്കാം, അരമണിക്ക് ബൈബിൾ വായിക്കണമെന്നല്ല പറഞ്ഞത്, വായിച്ചേക്കാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല. ഫസ്റ്റ് നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണെന്ന് നിങ്ങളൊരു ഓർമ്മ വരുത്തണം. രണ്ടാമത് വായിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. ഇത് കയ്യിലെടുക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന്. കാര്യം പഴയ നിയമമല്ല, പുതിയ നിയമം. പുതിയ നിയമത്തിലെ ഓരോ വാക്കും അങ്ങേരുടെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ ശക്തമുള്ള വചനങ്ങളാണ്. കാര്യം അതിനെല്ലാം അങ്ങേര് രക്തം ചിന്തിയിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. പഴയ നിയമം വായിക്കണ പോലെ പുതിയ നിയമം വായിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം വായിക്കണമെങ്കിൽ മുട്ട നിന്ന് വായിക്കേണ്ടി വരും. പഴയ നമുക്കത് നിന്ന് വായിക്കാം. യഹൂദന്മാരെല്ലാം നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്ത്യാനി മുട്ട നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ യവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ മുട്ടയിൽ നിൽക്കും. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്, തിരുരാവിലെ മുറിവേറ്റവനാണ്, മുൾക്കിടം ചൂടിയവനാണ്, നിൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നീ വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വാതിൽ ഈ ഉള്ളവർക്ക് വേണ്ടി, ഈ ഉള്ളവന് വേണ്ടി തുറന്നു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു വലിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ടായാൽ മാത്രം അത് രക്ഷപ്പെടെ. കാര്യം രക്ഷ എന്നൊക്കെ പറയണത് നിൻ്റെ ജീവിതം ഒരു നിമിഷം. ദൈവവേദനെ, നീ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കണത്. നീ വന്നതല്ല, വിളിച്ചതാണെന്ന് ഓർത്താൽ മതി. എന്താണ്? വന്നതല്ല, എന്നെ വിളിച്ചതാണ്. സ്വർത്തി പറഞ്ഞ്, വന്നതല്ല വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. ഹല്ലേലൂയ. മഹത്വം. എൻ്റെ മക്കളുടെ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വല്ലാത്ത ഹാർവസ്റ്റിംഗ് നടത്താൻ പറ്റും. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനകോടികളെ അനുഗ്രഹിച്ച സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനലക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കണ്ണീർ തുടച്ച സ്ഥലം. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട്, നിന്റെ പരിപാലനെ ഓർത്തുകൊണ്ട്, എന്റെ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. നിനക്ക്
നന്ദി പറയുന്നു. നിനക്ക് നന്ദി പറയുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ഈ നിമിഷം എന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓ ഈശോയെ ദിവ്യ ഈശോയെ അങ്ങയുടെ കരങ്ങളിലെ പൂർണ്ണമായും നൽകിക്കൊണ്ട് ഞാനങ്ങയെ സ്തുതിക്കും, ഞാനങ്ങയെ ആരാധിക്കുന്നു, എനിക്ക് നന്ദി പറയുന്നു. ഓ നന്ദി ഈശോയെ, ഓ ആരാധന, ഓ ദൈവമേ, ഓ സത്യമേ, ഓ സ്നേഹമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ബെർക്കിംഗ്ഹാമിൽ ഒരു ധ്യാനം നടത്തി. ആ ധ്യാനം നല്ല ശക്തമായ അഭിഷേകമുള്ള ധ്യാനമാണ്. 12,500 പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്ത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റെയിൽസ്ഫോർഡിൽ വന്ന് ധ്യാനം നടത്തി. സ്റ്റെയിൽസ്ഫോർഡ് ഒരു വലിയ ആശ്രമമാണ്, 10 ഏക്കറുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബന്ധിഞ്ഞ് കൊടുത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ആ പുഴയുടെ ഓരങ്ങളെല്ലാം നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അവിടെ 700 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല അകലയിൽ നിന്നൊക്കെ വരണമായിരുന്ന ആൾക്കാർ. 700 പേര് മതിയായിരുന്നു ശരിക്കും. അതൊരു പള്ളിയാണ്. പക്ഷേ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. മറ്റൊരു സ്റ്റേഡിയത്തിലാണ് നടത്തിയത്. ഇതൊരു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിലാണ് നടത്തിയത്. ഇതിൻ്റെ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനേക്കാളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വചനങ്ങളെല്ലാം മാറി, വചനങ്ങളുടെ രീതികൾ, പ്രസൻറ്റേഷൻ്റെ രീതികൾ മാറി, ആൾക്കാരുടെ അനുഭവതലങ്ങൾ മാറി, അഭിഷേക ലെവൽ മാറി, മൊത്തം മാറി. അതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് ദൈവം നൽകിയ, രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി വന്നിരിക്കുന്നത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സഡൻ ഉടമ്പടി വന്നതല്ല. ഇപ്പം നവീകരണ ധ്യാനം എന്നുണ്ട്, അത് ജീവിതം നവീകരിക്കാനുള്ളതാണ്. വളർച്ചാ ധ്യാനമുണ്ട്, വിശ്വാസത വളർച്ച പ്രാപിക്കാനുള്ളതാണ്. ആന്തരിക സൗഖ്യധ്യാനമുണ്ട്, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികളെല്ലാം സുഖപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ജീവനുള്ള ജീവിതം, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ്, പ്രാർത്ഥനാനുഭവ ധ്യാനമുണ്ട്, തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ളതാണ്. പിന്നെ എന്താണ്, വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഉടമ്പടി ധ്യാനമുണ്ട്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള വലിയ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് പിതാവിന് നന്ദി പറയുന്നു. ഉടമ്പടി ധ്യാനത്തിനുള്ളതാണ്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. ഇപ്പോൾ ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ് വാഗ്ദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് പഴയത് ഞാൻ ആവർത്തിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് ബോറടിക്കരുത്. പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നൊരു കൈപോക്കിക്ക് കുറച്ച് പേരുണ്ട്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഞാൻ പഴയ സിലബസ് ഞാൻ മനഃപൂർവ്വം എടുക്കണമല്ല, കർത്താവ് ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോരോ സാധനം പറയിപ്പിക്കണതാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അനുദിന ജീവിതവും നിത്യജീവിതവും അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് പുഷ്കലമായിട്ട് വളരുന്നതിന് വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്യാപ്സ്യൂളാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹിം വയസ്സായിപ്പോയി. ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാൻ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സിലേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ, ജോലി കിട്ടട്ടെ എന്ന് പറയും.
നീട്ടി കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നിര വരും. അവൻ പറയും അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ വലിയമ്മ എന്തിനാണ് കോളേജിൽ വരേണ്ടതെന്ന്? കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വലിയമ്മ നിരച്ച് വരേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. അപ്പോൾ താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങളെ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ. സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്ന മോശസിനോട് പറയും. വാഗ്ദാനം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത്തിൽ ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം അത് ടൈം ബൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇത്തിരി പറയുക ചൂടോടെ കഴിക്കണമെന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല. ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനെയാണ് മരിയൻ കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത്. മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റെ അത് അഡ്രസ്സ് ചെയ്യണത്. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയം ആയിട്ടില്ല. അപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത്. എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കണതിന്? നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വെയിറ്റിംഗ് ഷെഡല്ല, വാതിലില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെഡല്ല. അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട്. ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്നാൽ ഈ 2000 കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ. അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാ അച്ഛന്മാരും പറയണതാണ്, അല്ലേ? എല്ലാവരും നമ്മൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുനാൾ മുതൽ കേൾക്കണതാണ്. അവൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞേ വെള്ളം കോരി ഒഴിച്ചെന്ന് പറയും. അവിടെ നമ്മളത് ക്ലോസ് ചെയ്യും. അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ്, രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന്. അപ്പോൾ പറഞ്ഞു മോനെ അങ്ങനെയല്ല, ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല, ഈശോ പറയണവർ ജീവിക്കാനാണ് പറഞ്ഞത്. ഈശോ പറയണവർ ജീവിക്കാൻ. അതാണ് ടൈം ഷോർട്ട് ചെയ്യണത്. സമയമായില്ല എന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി ചെയ്യണത് എന്താണ്? എന്താ പറയണത്? ഉടമ്പടി പറയുന്നത് നിങ്ങളോർക്കും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിടണേ, അങ്ങനെ എന്ത് പരിപാടിയാണ്? അതല്ല. ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവതിരുസന്നിധി പറയണത്. എന്താ പറയണത്? ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാമെന്ന്. ഇപ്പോൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവദർശനം ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്തും ഉടമ്പടി നിക്ഷേപിക്കുന്ന സമയത്തും ആ സമയത്ത് അപ്പം ഒരു വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ, വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്, വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി, പിന്നെ നോ ടൈം, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ്. അതിപ്പോൾ മനസ്സിലാക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മാതാവിൻ്റെ ദർശനം പ്രദക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക്, വിശ്വാസത്തിൻ്റെ വിളക്ക്, പ്രത്യാശയുടെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസ്നേഹം കത്തിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും. ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കൈയും കാലും കഴുകി എഴുന്നേക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷൻ അല്ല ഉടമ്പടി, അത് ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉടമ്പടി പ്രഖ്യാപനം മുതൽ ഉടമ്പടി ജീവിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പേര് ആൻസി. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു സൗഖ്യത്തെപ്പറ്റി പറയാൻ വേണ്ടി വന്നതാണ്, സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ
കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് വരുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 6 മണിയായപ്പോൾ 9 മണിയായപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കയറി ചോദിച്ചപ്പോൾ 6 മണിയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 12 മണിയായപ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നു. അമ്മ വിളിച്ച് പറഞ്ഞു, മോളെ എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആശുപത്രി പോകണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മയുടെ ഒരു കൈയും കാലും തളർന്നു പോയെന്നാണ് വിചാരിച്ചത്. കാര്യം അതേയാണെന്നുള്ള സംസാരമായിരുന്നു എൻ്റെ അമ്മയുടെ സംസാരം. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൃപാസനത്തിൽ മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ സാക്ഷ്യം പറയാം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ വിചാരിക്കുന്ന കണക്ക് ഒരു കുഴപ്പവും കാണല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊന്തയും പഠിച്ച് 5 മണിയായപ്പോൾ ഏകദേശം ഞങ്ങൾ കൊല്ലത്ത് ചെന്ന് ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു, അമ്മ ഒരുങ്ങിയിരിക്കുക, ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അമ്മയുടെ സംസാരം കണ്ടപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മയുടെ ഒരു കയ്യും കാലം തളർന്നു പോയെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച കണക്കൊന്നും എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചില്ല. മാതാവിൻ്റെ ഒരു അത്ഭുതം, ഒരു നിമിഷം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അത്ഭുതം എന്ന് വേണം അത് പറയാം. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ച കണക്ക്, ഞാൻ പേടിച്ച കണക്ക് ഒന്നും എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചില്ല. ആശുപത്രി പോയപ്പോൾ പറഞ്ഞു ഷുഗറും പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുതലാണ്, എല്ലാം കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അമ്മയായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ പറഞ്ഞു, അമ്മ നമുക്ക് സാക്ഷ്യം പറയണമെന്ന് നേർച്ച ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, എൻ്റെ മോളെ എൻ്റെ കൈപ്പരിപ്പ് മാറിയില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ മാറിയിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് തിരിച്ചു പോയി. പിറ്റേന്ന് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്കുണ്ടായിരുന്ന ആ കൈപ്പരിപ്പും കാലിൻ്റെ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മാറി, ഇപ്പം എനിക്കൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു അത്ഭുതം എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് വിജയലക്ഷ്മി, ഞാൻ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു 2018 എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കൂടെ, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നത്. അന്ന് എൻ്റെ മകള് ബിടെക്കിന് ഫൈനൽ ഇയർ ആയിരുന്നു, പ്ലേസ്മെൻറ്റിൻ്റെ സമയമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ച അത് എൻ്റെ മകൾക്ക് പ്ലേസ്മെൻറ്റ് വഴി നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു. വളരെ നല്ലൊരു ജോലി ആ പ്ലേസ്മെൻറ്റിൽ അധികം വൈകാതെ തന്നെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ ഒരു നല്ല സൗകര്യമുള്ളൊരു വാടക വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വളരെ സൗകര്യമുള്ള, ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വീട് തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, കോവിഡിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് മാതാവിന് വേറെ 2-3 നിയോഗങ്ങൾ വെച്ചിട്ടിട്ടുണ്ട്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും വിഷമിക്കുന്നവർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തന്ന് അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു. നന്ദി പറയാം. ആരാധന. എൻ്റെ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സൗഖ്യത്തിനും ആരോഗ്യത്തിനു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ. എൻ്റെ പേര് ജലജ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2018 ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്തൊരു പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ അറിയണത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മോൻ്റെ ദുശീലങ്ങൾ മാറാൻ വേണ്ടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചത്. എൻ്റെ മോൻ്റെ ദുശീലം ഫുള്ളും മാറി, നല്ല സ്വഭാവമായി. എൻ്റെ കുടുംബത്തിന് മനസ്സമാധാനം കിട്ടി. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 1 വർഷമായി എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. പിന്നെ കൂടാതെ എൻ്റെ ആങ്ങളുടെ മോന് MBBSന് സീറ്റ് കിട്ടാൻ വേണ്ടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. MBBSന് പഠിക്കാൻ സീറ്റ് കിട്ടിയതിൽ അമ്മേ ശ്രീകുമാരനും നന്ദി, ഈശോയ്ക്കും നന്ദി. എൻ്റെ കയ്യിൻ്റെ മുകളിൽ ലിഗ്മെൻറ്റിന് നീർക്കെട്ടായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർമാരെ കാണിച്ചിട്ട് എനിക്ക് കുറവുണ്ടായില്ല. ഇവിടുത്തെ വെഞ്ചരിച്ച് തൈലും ഉപ്പൊക്കെ തേച്ചു. ഞാൻ ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കുമോ എനിക്ക് മാറാത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിത് മാറി തന്നാൽ ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൻ്റെ മുകളിൽ നീർക്കെട്ടൊക്കെ മാറി, ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വയറിലും കാലിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. വെഞ്ചരിച്ച് തൈലും ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്കതെല്ലാം എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ എന്നെ അത് നോക്കണു. എനിക്കിപ്പോൾ ഒരു ശല്യമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ പണി കഴിക്കാനും അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ മകന് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ തന്നു. ഒരു ജോലി ചെറിയ വരുമാനത്തിൽ നടത്തുമായിരുന്നു. അപ്പം എൻ്റെ മോനെ അത്യാവശ്യം ആദ്യത്തേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ ഒരു ജോലി ചെയ്യാൻ കൃപാസന മാതാവ് എൻ്റെ മോന് അനുഗ്രഹം തന്നു. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും തിരുകുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് മിനി, ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്.
ഞാനൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത്. എനിക്ക് 2015 ഉടമ്പടി പത്രം, ഇവിടുത്തെ പത്രം ചങ്ങനാശ്ശേരി വെച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ ഞാനിത് എവിടെയാണ് ഈ സ്ഥലമെന്ന് നോക്കി. എനിക്ക് സ്ഥലമൊന്നും പിടികിട്ടിയില്ലെങ്കിലും ആലപ്പുഴ ചെന്നാൽ പോകാം, അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എന്ന് കണ്ടപ്പോൾ ഉടമ്പടി എന്തായിരിക്കും, അതെടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ പോകുന്നില്ല. അതിനുശേഷം 2019 ഞാൻ ഫേസ്ബുക്കിലൊക്കെ കയറുമ്പോൾ മിക്കവാറും ഇങ്ങനെ എനിക്ക് വരുന്നത്, ഞാൻ ഫേസ്ബുക്ക് തുറന്നാൽ എനിക്ക് വരുന്നത് മുഴുവൻ കൃപാസനത്തിൻ്റെ ഇതാണ് കിട്ടുന്നത് മുഴുവനും. പക്ഷേ ഞാൻ അതെല്ലാം അന്നേരം തള്ളി വിട്ടതല്ലാതെ എന്താണെന്ന് കേൾക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് എനിക്കൊരു ദിവസം കണ്ണിന് പ്രഷർ കൂടി, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, ഒരു മഞ്ഞിനകത്ത് നിൽക്കുന്ന പോലെ, പുകമറ പോലെയാണ് എനിക്ക് എല്ലാം കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ കാണാമെങ്കിലും ദൂരേക്ക് നോക്കിയാൽ മഞ്ഞിനകത്ത് നിൽക്കുന്നത് പോലെയായിരുന്നു. ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വരണമെന്ന് തോന്നി. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൃപാസനത്തിൽ വന്നു. അമ്മയെ പ്രത്യക്ഷപ്പെട്ട വിവരമൊന്നും അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നത്. ഉടമ്പടി എടുക്കാൻ വേണ്ടി അന്ന് എൻ്റെ സഹോദരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ സഹായത്തോടു കൂടി ഞാൻ ഉടമ്പടി പത്രമൊക്കെ പൂരിപ്പിച്ചു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പത്രം കിട്ടി, അത് പൂരിപ്പിച്ച് കൊടുക്കാൻ തന്നെ 4 മണിയോളമായി രാവിലെ വന്നിട്ട്. അതുപോലെ 1500-ന് മേളിൽ ആളുകൾ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലേണ്ട സമയമായപ്പോൾ എനിക്ക് പ്രാർത്ഥന ബുക്കിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. ആൾത്തിരക്ക് മൂലം എൻ്റെ സഹോദരിയും കണ്ടില്ല, അവളെ തിരക്കിനിടയിൽ എവിടെയോ ആയിരുന്നു. ഞാനിത് എങ്ങനെ ചൊല്ലുമെന്നറിയാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. ഉടനെ തന്നെ എനിക്ക് പുസ്തകത്തിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെ ഓരോ വാക്കുകളായി, പുസ്തകത്തിലുള്ള മറ്റു വാക്കുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ വായിക്കുന്ന വാക്കുകൾ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വലിയ അക്ഷരത്തിൽ കാണാൻ പറ്റി. ഞാനത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് കണ്ണിന് ചെറിയൊരു വെള്ളെഴുത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വേറെ തലവേദനയും അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. അതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യം, ഞാനൊരു സ്ഥലം വാങ്ങിച്ചു, 2018 വാങ്ങിച്ച സ്ഥലമാണ്. അത് വഴിയില്ലാത്ത സ്ഥലമാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, വഴിയില്ലാത്ത സ്ഥലം നീ എന്തിനാണ് മേടിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു, എൻ്റെ കയ്യിലുള്ള പൈസയ്ക്കല്ല എനിക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്, വഴിയുള്ള സ്ഥലം വാങ്ങാനുള്ള പൈസ നിനക്കില്ല, നീ സ്ഥലം വാങ്ങിയതിന് ശേഷം നിനക്ക് വഴി ലഭിക്കുമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണയുണ്ടായി. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്ന നിയോഗം അതാണ്. ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ എനിക്ക് വഴി ലഭിച്ചു. 2019 ജൂൺ മാസം 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അടുത്ത ജൂലൈയിൽ തന്നെ വഴി ലഭിച്ചു. അതിനുശേഷം അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വെളുപ്പിനെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നീലത്തിരിയുടെ വെളിച്ചത്തിൽ എനിക്ക് കത്തു ജ്വലിക്കുന്നൊരു പ്രകാശമാണ് മാതാവിനെ കാണാൻ പറ്റിയത്. മാതാവ് നല്ല ചിരിച്ച് നല്ല മുഖപ്രസാദത്തോടു കൂടി വളരെ സുന്ദരിയായി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ മാതാവിനെ നോക്കി വളരെ ഇതായിട്ട് ഞാനും നിന്നു. മാതാവിനെ നോക്കി ചിരിക്കുന്നതേ ഉള്ളൂ, സംസാരിച്ചില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു, മാതാവ് സ്വർണം പോലെ വെട്ടിത്തുളങ്ങിയാണ്. എൻ്റെ മാതാവ് എത്ര സുന്ദരിയാണ്. എൻ്റെ മാതാവിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. എൻ്റെ മാതാവ് എൻ്റെ ഭവനത്തിൽ വന്നല്ലോ എന്ന് വിചാരിച്ചു. എന്താണ് എനിക്കെന്ത് മാതാവിനോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കിണറ്റിൽ ജനുവരി മാസം മുതൽ വെള്ളം പറ്റിപ്പോകും. അതിനുശേഷം ഞങ്ങൾ വെള്ളം വണ്ടി വെള്ളം അവർ അടിച്ചിടുകയാണ് ചെയ്യാറ്. 3-4 വീട്ടുകാർ അവിടെ നിന്ന് കുടിക്കാൻ വെള്ളം കോരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു, ഉടമ്പടി എടുത്ത് നമ്മളുടെ കിണറ്റിൽ വെള്ളമില്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ദൈവം തരുന്ന വെള്ളം എന്തിനാ കാശ് കൊടുത്ത് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ കാശ് രൂപ ഉടമ്പടി വസ്തുക്കളും കിണറ്റിലിടാം. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കാശ് രൂപ ഇട്ട് കഴിഞ്ഞാൽ കിണർ തേകുന്ന സമയത്ത് ചേറിനകത്ത് അങ്ങനെ കോരി കളഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കൊന്തയിൽ കോർത്തിടാമെന്ന് പറഞ്ഞു. ഒരു കൊന്തയിൽ കാശ് രൂപവും ഉപ്പും തൈലവും കൂടി ഞങ്ങൾ കിണറ്റിലേക്കിട്ടു. കിണറ്റിലിട്ട് ഉടനെ ഈ ചുഴിയിലൊക്കെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുന്നത് പോലെ, തിരയടിക്കുന്നത് പോലെ 1 മണിക്കൂർ നേരം കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉയർന്ന് നിന്നു. അത് 1 മണിക്കൂർ നേരം അങ്ങനെ ഉയരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം വാങ്ങേണ്ടി വന്നില്ല. വെള്ളം കിണറ്റിൽ ആ അളവിൽ നിന്ന് താഴേക്ക് പോയിട്ടുമില്ല. എനിക്ക് 3 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അതിന് ചുറ്റും എൻ്റെ ഞാനുമായിട്ട് വലിയ സഹകരണമില്ലാത്ത ആളുകളാണ്. എനിക്ക് ഭർത്താവില്ല, മോനും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയാലും വിറ്റ് മാറണമെന്നുള്ള കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാനൊരു മരുഭൂമിയിൽ കഴിയുന്നത് പോലെയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത്. വളരെയേറെ വിഷമതകളും വേദനകളും എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ മൂലം എനിക്കതിൻ്റെ പേരിൽ എൻ്റെ മാതാവ് എനിക്ക് ആ വീട് വിറ്റ് അവിടെ നിന്ന് മാറുന്നതിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഒരു ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിരുന്നു. 2010 റിട്ടയർ ചെയ്തു. 2005 മുതൽ എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വലിയ ടോയ്ലറ്റിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയി.
താൽക്കാലിക ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. 2018 ഡിസംബറിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ അത് കേട്ട് വിശ്വസിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ടിക്കറ്റ്, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്നേരം തൊട്ട് പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രയാസം കുറഞ്ഞു വന്നു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 3-ാം ദിവസം, അതായത് 10-ാം തീയതി 2018 ഡിസംബർ 10 ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. ഞാൻ പോയി പരിപൂർണമായിട്ടുള്ള സൗഖ്യം നിന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് 3 വർഷമായി. എനിക്കത് പിന്നെ യാതൊരു വിഷമവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മ മാതാവ് വഴി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ആ സമയത്ത് തന്നെ ഞാനിവിടെ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ എൻ്റെ 2ാമത്തെ മകൻ MSc പാസ്സായിരിക്കുകയായിരുന്നു, ഡോക്ടറാണ്. അവനൊരു ജോലി കിട്ടണം. അവന് തിരുവനന്തപുരം മാർ കോളേജിൽ തന്നെ 3 മാസത്തിനകം അധ്യാപകൻ്റെ ജോലി കിട്ടി. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതോടുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, എൻ്റെ മൂത്ത മകൻ അമേരിക്കയിൽ 5-6 വർഷമായിട്ട് അമേരിക്കയിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ജോലിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മോനെ നീ ഓൺലൈനിൽ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ മാതാവ് സഹായിക്കും. അപ്പോൾ അവന് ജോലി ഒരു 2 വർഷം മുമ്പ് ആ ജോലിയിൽ നിന്ന് അന്ന് ജോലി ചെയ്തിരുന്ന ജോലി മാറാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. പിന്നെ വലിയ തടസ്സങ്ങളുണ്ടായി, വിസ കിട്ടുന്നതിലൊക്കെ തടസ്സങ്ങളുണ്ടായി. അതിലും അവർ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയാക്കി കൊടുത്തു. ഇപ്പം നല്ല സന്തോഷമായിട്ട് അവർ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് 4ാമത്തെ കുട്ടി ഉണ്ടാകുന്നത്. സ്റ്റീഫാൻ എന്ന് പറഞ്ഞ മോൻ ഇപ്പോൾ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് ചില ഫിറ്റ്സിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും അവർ മാതാവിൻ്റെ അടുത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം മാതാവ് അവൻ്റെ രോഗമെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞായതുകൊണ്ട് രോഗം പരിപൂർണമായിട്ടും മാറിയെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അവനിപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അമ്മ മാതാവ് വഴിയായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവ് വഴി കർത്താവായ യേശു മിശിഹായ്ക്ക് നന്ദി പറയുന്നു. നന്ദി പറയാം. ഞാൻ നീലഗിരി ഗൂഡല്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഡെയ്സി. എൻ്റെ ഇടവക അരുൾനിലയം ദേവാലയം. എനിക്ക് 30 വർഷങ്ങളായി വീടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം യൂട്യൂബിലെ പ്രാർത്ഥന, അത് ജോസഫ് പച്ചൻ്റെ പ്രാർത്ഥനയും ധ്യാനവും കൂടി സ്ഥിരമായി പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കിട്ടി. വീട് വെച്ചു. വീട് വയ്ക്കാൻ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 5 വർഷമായിട്ട് നടുവിനൊരു വേദന ഉണ്ടായിരുന്നു. കുറേ ആസ്പത്രികളിൽ കൂടെ പോയി മരുന്നുകളൊക്കെ വാങ്ങി എന്നിട്ട് സുഖമായിട്ടില്ലായിരുന്നു. അത് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ ഒരു പരിചയക്കാരനൊരു കൊച്ചു വന്ന് 10 ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു 8 പവൻ്റെ സ്വർണ്ണവും 1 ലക്ഷം രൂപയും കടമായിട്ട് മേടിച്ചതാണ്, വായ്പ മേടിച്ചതാണ്. 7 മാസമായിട്ടും അവൻ ആ സ്വർണവും പൈസയും തിരിച്ച് തരുകയില്ല. തരുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ സ്വർണവും പൈസയും തിരിച്ചു കിട്ടി. വീടിൻ്റെ പണി പൂർത്തിയായി. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി ഞങ്ങൾ വീട് വെഞ്ചിരിപ്പായിരുന്നു. അതല്ലാതാണ്ട് ഞങ്ങളുടെ മോനെ ഒരു ജോലി ഇല്ലാതാണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കായിരുന്നു. അവന് ജോലി ഓൺലൈനിലായാലും ഒരു ജോലി കിട്ടി. മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ക്ലെമൻറ്റീന. ഞാൻ മുണ്ടംവേലി തൊപ്പുംപടിയുടെ അടുത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ അനുഗ്രഹത്താൽ കുറേയധികം ഉടമ്പടി ഒരു ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എടുക്കുന്ന ഉടമ്പടിക്ക് ശരിക്കും ഓരോരോ അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ സഹായത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും വലുത് എൻ്റെ ഇളയ മകൾ CA ഫൈനൽ നല്ല മാർക്കോടി പാസ്സായി. ശരിക്കും മോളും നല്ലപോലെ പഠിക്കണം. പക്ഷേ അയാൾ സ്വന്തമായിട്ട് പഠിച്ച് നേടുന്നുള്ള ആ ഒരു ഇത് മനോഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ അയാൾക്ക് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് ലഭിച്ചതെന്നുള്ളൊരു
ഒരു മനസ്സും അയാൾക്ക് വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ മാധ്യസഹായം കൊണ്ട് മാത്രമാണ് അയാൾക്കത് ഈ CA ഫൈനൽ യാതൊരു തടസ്സം കൂടാതെ പാസ്സാകാൻ അനുഗ്രഹിച്ചത്. പിന്നെ അതുകൂടാതെ എൻ്റെ 2 മക്കൾക്കും വിചാരിച്ചതിനേക്കാളും നല്ലൊരു ജോലി, നല്ല സാലറി കൂടി, നല്ല സ്ഥലത്ത് ടെൻഷനില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോലി 2 പേർക്കും ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ഇടയ്ക്ക് ഞങ്ങളത് ഒന്നും ചെയ്യാതെ വിറ്റ് കളയാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഞങ്ങൾ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊരു വീട് വെക്കാം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു 8-9 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 3 നില വീട് അതിൽ വെക്കാനും 5 കുടുംബങ്ങൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കാനും ഞങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി കിട്ടാനും അതിൽ അമ്മയുടെ മാധ്യസഹായത്താൽ അത് സാധിച്ചു. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ശരിക്കും എൻ്റെ ബോസ് വളരെയധികം എപ്പോഴും എന്നോട് വളരെയധികം ഇതായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ടെൻഷനില്ലാതെ നല്ലൊരു സെക്ഷനിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് വേറെ സെക്ഷനിലേക്ക് മാറാനും നല്ല സന്തോഷത്തോടെ വർക്ക് ചെയ്യാനും ഇപ്പം നല്ലൊരു ഉയർച്ചയിലിരിക്കാനും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. തിരുക്കുമാരനും 1000 നന്ദി പറയാം.